വാസ്തുശാസ്ത്രം അനുസരിച്ച് കലണ്ടർ എന്ന് പറഞ്ഞാൽ അത് കാലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. സമയത്തെ തന്നെ. അതെ. അതുകൊണ്ട് തന്നെ ഇതിന് സമയത്തിന്റെ ദേവനായ കാളഭൈരവനുമായും പിന്നെ സമ്പത്തിന്റെ ദേവതം ലക്ഷ്മി ദേവിയുമായും ഒരു ബന്ധമുണ്ട്. അപ്പോ കലണ്ടറിന്റെ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് വിശ്വാസം. ഒരു കടയിൽ ചെന്നാൽ നൂറുകണക്കിന് കലണ്ടറുകളുണ്ടാവും. ഭംഗിയുള്ളൊരു ഡിസൈൻ മാത്രം നോക്കി ഒരെണ്ണം എടുത്താൽ മതിയോ? അതോ ചിത്രങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പ്രാധാന്യമുണ്ടോ? പോരാ. ചിത്രങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ദിവസവും നോക്കുന്ന ഒന്നാണല്ലോ കാലണ്ടർ. അതെ, ഒരു ദിവസം പലതവണ നോക്കും. അതുകൊണ്ട് പോസിറ്റീവ് ഊർജം നൽകുന്ന, മനസ്സിന് സന്തോഷം തരുന്ന ചിത്രങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് വാസ്തു പറയുന്നത്. ഉദാഹരണത്തിന് ദൈവങ്ങളുടെ ചിത്രങ്ങൾ, പ്രസന്നമായ പ്രകൃതി ദൃശ്യങ്ങൾ, ഭംഗിയുള്ള പൂക്കൾ, ഇതൊക്കെ മനസ്സിന് ശാന്തതയും പോസിറ്റിവിറ്റിയും നൽകും. പിന്നെ ഒഴുകുന്ന വെള്ളത്തിന്റെയോ ചിരിക്കുന്ന കുട്ടികളുടെയോ ചിത്രങ്ങൾ, അതൊക്കെ ഉപബോധ മനസ്സിൽ പോലും ഒരു സന്തോഷം തരും. അപ്പോ ഒഴിവാക്കേണ്ട ചിത്രങ്ങളുമുണ്ട് അല്ലേ? ഉണ്ട്. യുദ്ധം, ആക്രമണ സ്വഭാവമുള്ള വന്യമൃഗങ്ങൾ, കരയുന്നതോ വിഷാദം ജനിപ്പിക്കുന്നതോ ആയ ചിത്രങ്ങൾ, ഇവയൊക്കെ നെഗറ്റീവ് എനർജി കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതെ. അതിന്റെ പിന്നിലെ ആശയം വളരെ ലളിതമാണ്. നമ്മൾ നിരന്തരം കാണുന്ന ദൃശ്യങ്ങൾ നമ്മുടെ ചിന്തകളെയും മനോഭാവത്തെയും സ്വാധീനിക്കും. ശരിയാണ്. കാര്യങ്ങളെയും വരെ ബാധിക്കുമെന്നാണ് വിശ്വാസം. നിറങ്ങളുടെ കാര്യത്തിലും ഈയൊരു മനഃശാസ്ത്രപരമായ സ്വാധീനമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. ചുവപ്പ്, പച്ച, മഞ്ഞ, വെള്ള തുടങ്ങിയ നിറങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ പറയുന്നുണ്ട്. ഉണ്ട്. ഇവിടെയാണ് വാസ്തുവിലെ ചില തത്വങ്ങൾക്ക് ആധുനിക കളർ സൈക്കോളജിയുമായി ഒരു സാമ്യം വരുന്നത്. ചുവപ്പ് ഊർജത്തെയും ഉന്മേഷത്തെയും സൂചിപ്പിക്കുമ്പോൾ പച്ച നിറം വളർച്ചയെ പ്രതിനിധീകരിക്കുന്നു. മഞ്ഞ സന്തോഷത്തെയും വെള്ള സമാധാനത്തെയും, അല്ലേ? അതെ. അപ്പൊ നിങ്ങളിതിനെ ഒരു ആത്മീയമായ കാഴ്ചപ്പാടിലൂടെ കാണുകയാണെങ്കിലും മനഃശാസ്ത്രപരമായ കണ്ണിലൂടെ നോക്കുകയാണെങ്കിലും ഈ നിറങ്ങൾ ചുറ്റുമുണ്ടാകുന്നത് നല്ലതാണ്. ശരി. അപ്പോൾ നമ്മൾ കാഴ്ചയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. നല്ല ചിത്രങ്ങൾ, നല്ല നിറങ്ങൾ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ലോകത്തിലെ ഏറ്റവും പോസിറ്റീവ് കാലണ്ടർ എന്റെ കയ്യിലുണ്ടായിട്ടും ഞാനത് തെറ്റായ സ്ഥലത്താണ് തൂക്കുന്നതെങ്കിൽ അതിന്റെ എല്ലാ ഗുണങ്ങളും ഇല്ലാതാവുകയല്ലേ? അതെ, തീർച്ചയായും. അപ്പോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിലേക്ക് കടക്കാം. ദിശ. അതെ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വാസ്തുശാസ്ത്രത്തിൽ ഇതിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. കലണ്ടർ തൂക്കാൻ ഏറ്റവും ഉത്തമമായ 3 ദിശകളുണ്ട്. ഓക്കേ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഏത് ഭിത്തിയിൽ തൂക്കുന്നു എന്നതിനേക്കാൾ കലണ്ടർ ഏത് ദിശയിലേക്കാണ് ദർശനമായി വരുന്നത് എന്നതാണ്. ഓക്കേ. ഇത് പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാനതൊന്ന് വ്യക്തമാക്കാം. സമ്പത്തിനായി കലണ്ടർ വടക്കോട്ട് ദർശനമായി വെക്കണമെങ്കിൽ നിങ്ങളുടെ മുറിയുടെ തെക്കുഭാഗത്തുള്ള ഭിത്തിയിൽ തൂക്കണം. അതെ. അതായത് ഭിത്തി തെക്കാണ്, പക്ഷെ നിങ്ങൾ കലണ്ടറിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് പോകുന്നത് വടക്കോട്ടായിരിക്കും. അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്, അല്ലേ? കൃത്യമായി പറഞ്ഞു. അതുതന്നെയാണ് കാര്യം. ഏറ്റവും ശ്രേഷ്ഠമായ ദിശയായി വാസ്തു പറയുന്നത് വടക്ക് ദിശയിലേക്ക് ദർശനമായി വരുന്നതാണ്. കുബേരന്റെ ദിശ. അതെ. സമ്പത്തിന്റെ ദേവനായ കുബേരന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും ദിശയാണ് വടക്ക്. അതുകൊണ്ട് വടക്കോട്ട് ദർശനമായി കലണ്ടർ വെക്കുമ്പോൾ അത് പുതിയ തൊഴിലവസരങ്ങൾക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി രണ്ടാമത്തെ ദിശ കിഴക്കാണ്. അതിനായി പടിഞ്ഞാറ് ഭിത്തിയിൽ തൂക്കണം. സൂര്യൻ ഉദിക്കുന്ന ദിശ എന്ന നിലയിൽ കിഴക്കിന് എന്താണ് പ്രാധാന്യം? കിഴക്ക് പുരോഗതിയുടെയും വളർച്ചയുടെയും ദിശയാണ്. സൂര്യൻ ഉദിക്കുന്നതുപോലെ ജീവിതത്തിൽ പ്രശസ്തിയും തൊഴിലുയർച്ചയും ഉണ്ടാകാൻ ഈ ദിശ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും കിരീടസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും കിഴക്ക് ദിശയിലേക്ക് ദർശനമായി കലണ്ടർ വെക്കുന്നത് വളരെ നല്ലതാണ്. ഈ ദിശയ്ക്ക് പ്രത്യേക നിറങ്ങളിലുള്ള കലണ്ടർ നല്ലതാണെന്നും പറയുന്നുണ്ടല്ലോ. പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് കലർന്ന നിറങ്ങൾ. അതെ. കിഴക്ക് ദിശ സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ആ ഊർജത്തെ പ്രതിഫലിപ്പിക്കുന്ന ചുവപ്പ്, പിങ്ക്, ഓറഞ്ച് തുടങ്ങിയ നിറങ്ങളുള്ള കലണ്ടറുകൾ പടിഞ്ഞാറ് ഭിത്തിയിൽ തൂക്കുന്നത് അത്യുത്തമമാണ്. ഓക്കെ. അപ്പോൾ വടക്ക്, കിഴക്ക്. ഇനി മൂന്നാമത്തെ ദിശ പടിഞ്ഞാറാണ്. അതിനായി കലണ്ടർ കിഴക്ക് ഭിത്തിയിൽ വെക്കണം. ഇതൊരു കൗതുകകരമായ കാര്യമാണ്. കാരണം പല സംസ്കാരങ്ങളിലും പടിഞ്ഞാറ് ദിശ അസ്തമയ സൂര്യനെ പോലെ അവസാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വാസ്തുവിൽ അതെങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? വളരെ നല്ല ചോദ്യം.
പടിഞ്ഞാറ് വരുണന്റെ ദിശയാണ്, അതായത് ഒഴുക്കിന്റെയും പൂർത്തീകരണത്തിന്റെയും ദിശ. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനും ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ഈ ദിശ സഹായിക്കുമെന്നാണ് വിശ്വാസം. അതായത് ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ഇത് ഗുണം ചെയ്യാം. തീർച്ചയായും. അല്ലെങ്കിൽ ഒരു ഇടപാട് തീർപ്പാക്കാൻ കാത്തിരിക്കുന്ന ഒരാൾക്കോ പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനമായി കാലണ്ടർ തൂക്കുന്നത് ഗുണകരമായേക്കാം. അപ്പോൾ വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഈ 3 ദിശകളിലേക്ക് ദർശനമായി കാലണ്ടർ വയ്ക്കാം എന്ന് മനസ്സിലായി. ഇനി ശരിക്കും കൗതുകമുണർത്തുന്ന അല്ലെങ്കിൽ അല്പം ഗൗരവമുള്ള ഒരു കാര്യമുണ്ട്. കാലണ്ടർ തൂക്കാൻ പാടില്ലാത്ത, കർശനമായി ഒഴിവാക്കേണ്ട ഒരു ദിശ. തെക്ക് ദിശ. അതെ, തെക്ക് ദിശ. അതായത് വീടിന്റെ വടക്ക് ഭിത്തിയിൽ തെക്കോട്ട് ദർശനമായി കാലണ്ടർ തൂക്കരുത്. എന്തുകൊണ്ടാണ് തെക്ക് ദിശയ്ക്ക് ഇത്രയധികം നെഗറ്റീവ് സ്വാധീനം പറയുന്നത്? ഇതിന്റെ പ്രതീകാത്മകത വളരെ ശക്തമാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് തെക്ക് യമന്റെ അഥവാ കാലന്റെ ദിശയാണ്, മരണത്തിന്റെയും അവസാനത്തിന്റെയും ദിശ. ഓ. കാലണ്ടർ കാലത്തെയും നമ്മുടെ ഭാവിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോ ഭാവിയെ പ്രതിനിധീകരിക്കുന്ന കാലണ്ടർ അവസാനത്തെ പ്രതിനിധീകരിക്കുന്ന തെക്ക് ദിശയിലേക്ക് തൂക്കിയിടുമ്പോൾ നമ്മൾ ഓരോ ദിവസവും യമനെ നോക്കുകയാണെന്നാണ്. ഒരു തരത്തിൽ അതെ. നിങ്ങൾ പ്രതീകാത്മകമായി നിങ്ങളുടെ ഭാവിയെ അതിന്റെ അവസാനത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജീവിതത്തിന്റെ സ്വാഭാവികമായ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നാണ് വാസ്തുവിലെ സങ്കല്പം. ഇത് കേൾക്കുമ്പോൾ അല്പം ഭയം തോന്നുന്നുണ്ട്. ഇതിന്റെ പ്രായോഗികമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇത് വീട്ടിലുള്ളവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും സാമ്പത്തിക വളർച്ചയെ പൂർണ്ണമായും മുരടിപ്പിക്കുമെന്നും ഒരു വിശ്വാസമുണ്ട്. അത്രയ്ക്കും ദോഷകരമാണോ? അതെ. കുടുംബനാഥൻ ആരോഗ്യപ്രശ്നങ്ങൾ, വീട്ടിൽ അകാരണമായ കലഹങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പുരോഗതിയില്ലാത്ത അവസ്ഥ എന്നിവയൊക്കെ തെക്ക് ദിശയിലുള്ള കാലണ്ടറിന്റെ ദോഷഫലങ്ങളായി പറയാറുണ്ട്. അപ്പോൾ ആ ദിശ പൂർണ്ണമായും ഒഴിവാക്കണം. പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഉചിതം. ദിശകളുടെ കാര്യം വ്യക്തമായി. ഇനി മറ്റു ചില പ്രായോഗികമായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഉദാഹരണത്തിന് 2026 കാലണ്ടർ തൂക്കുമ്പോൾ 2025 പഴയ കലണ്ടർ എന്തു ചെയ്യണം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. പല വീടുകളിലും പഴയ കലണ്ടറുകൾ അലക്ഷ്യമായി കിടക്കുന്നത് കാണാറുണ്ട്. അത് പാടില്ല. വർഷം കഴിഞ്ഞാൽ പഴയ കാലണ്ടർ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് മാറ്റണം. പഴയ കാലണ്ടർ ഭൂതകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് വീട്ടിൽ സൂക്ഷിക്കുന്നത് ഭൂതകാലത്തിലെ പ്രശ്നങ്ങളിലും ഓർമ്മകളിലും നമ്മളെ തളച്ചിടുന്നതിന് കാരണമാകും. ഒരു തരം മുരടിപ്പുണ്ടാക്കും. അതെ, ഒരു മുരടിപ്പ്. പുതിയ വർഷത്തിലേക്ക് പുതിയ ഊർജത്തോടെ കടക്കണമെങ്കിൽ പഴയ കാലത്തിന്റെ അടയാളങ്ങൾ നമ്മൾ ബഹുമാനത്തോടെ ഒഴിവാക്കണം. ഇനി കലണ്ടർ തൂക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് വാതിലിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. പ്രധാന വാതിലിന് നേരെ മുന്നിലോ ഏതെങ്കിലും വാതിലിന് പിന്നിലോ തൂക്കരുത് എന്ന്. എന്താണ് അതിന്റെ കാരണം? അതെ, പ്രധാന വാതിൽ എന്നത് വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജവും ഭാഗ്യവും അവസരങ്ങളും കടന്നുവരുന്ന വഴിയാണ്. ശരിയാണ്. അതിന് നേരെ മുന്നിൽ കാലത്തിന്റെ പ്രതീകമായ കലണ്ടർ വെക്കുന്നത് ആ വരുന്ന ഊർജത്തെ തടഞ്ഞു നിർത്തുന്നതിന് തുല്യമാണ്. വാതിലിന് പിന്നിൽ വെക്കുന്നതോ? വാതിലിന് പിന്നിൽ കലണ്ടർ വെക്കുമ്പോൾ ഓരോ തവണ വാതിൽ തുറക്കുമ്പോഴും നമ്മൾ പ്രതീകാത്മകമായി അവസരങ്ങളെ മറയ്ക്കുകയോ തടയുകയോ ആണ് ചെയ്യുന്നത്. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്നും പറയുന്നു. ജനലിന്റെ കാര്യത്തിലും സമാനമായൊരു നിർദ്ദേശമുണ്ട്. കാറ്റിട്ട് കലണ്ടർ ഇളകുന്നത് ഭാഗ്യത്തിന് ഇളക്കം തട്ടാൻ കാരണമാകുമെന്ന്. നമ്മുടെ ജീവിതത്തിലെയും ഭാഗ്യത്തിലെയും അസ്ഥിരതയായി മാറുമെന്നാണ് സങ്കല്പം. ഇനി അവസാനമായി ഒരുപക്ഷെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതും എന്നാൽ പലരും ശ്രദ്ധിക്കാത്തതുമായ ഒരു കാര്യം, കാലണ്ടറിന്റെ വൃത്തി. അതെ, കാലണ്ടർ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ചില വീടുകളിൽ കാലണ്ടറിൽ നിറയെ പൊടിയും മാറാലയും പിടിച്ചിരിക്കുന്നത് കാണാം. അത് ശരിയല്ല. വളരെ ദോഷകരമാണ്. അഴുക്കും പൊടിയും നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കും. കാലത്തെ സൂചിപ്പിക്കുന്ന കാലണ്ടർ വൃത്തിയായിരുന്നാൽ നമ്മുടെ വരുന്ന കാലവും നല്ലതായിരിക്കുമെന്നാണ് സങ്കല്പം. ക്ലോക്കും കാലണ്ടറും വാസ്തുശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 വസ്തുക്കളാണ്. ഇവ രണ്ടും വൃത്തിയായി ശരിയായ സ്ഥാനത്ത് വെച്ചാൽ മഹാലക്ഷ്മി അവിടെ കുടിയേറുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ചുരുക്കത്തിൽ 2026 കലണ്ടർ തിരഞ്ഞെടുക്കുമ്പോഴും സ്ഥാപിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പോസിറ്റീവ് ചിത്രങ്ങളും നിറങ്ങളും തിരഞ്ഞെടുക്കുക, ഏറ്റവും ഉത്തമമായ വടക്ക് ദിശയിലേക്കോ അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശകളിലേക്കോ ദർശനമായി തൂക്കുക. തെക്ക് ദിശ പൂർണ്ണമായും ഒഴിവാക്കുക. വർഷം കഴിഞ്ഞാൽ പഴയത് മാറ്റി പുതിയത് വയ്ക്കുക.
പിന്നെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അതെ, നമ്മുടെ ചുറ്റുപാടുകളിൽ വരുത്തുന്ന ഇത്തരം ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ നമ്മുടെ ചിന്തകളെയും ഉപബോധ മനസ്സിനെയും സ്വാധീനിക്കാൻ ശേഷിയുണ്ടെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഈ ചെറിയ മാറ്റങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ വലിയ പോസിറ്റീവ് മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. അതെ, ഇത് കേവലം അന്ധവിശ്വാസമായി കാണുന്നതിന് പകരം നമ്മുടെ ചുറ്റുപാടുകളെ പോസിറ്റീവായി ക്രമീകരിക്കാനുള്ളൊരു മാർഗമായി കാണാവുന്നതാണ്.